നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. മനസ്സിലായില്ല അല്ലേ? വൈശാഖ് ചോദിച്ചു. ഇല്ല എന്ന അർത്ഥത്തിൽ അവൾ തലയാട്ടി. അപ്പോൾ വൈശാഖ് കാറിൻ്റെ ഡോർ തുറന്ന് അവൻ്റെ ബാഗ് പുറത്തെടുത്ത് അതിൽ നിന്നൊരു പഴയ ആൽബം എടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഇത് പഴയൊരു കുടുംബ ഫോട്ടോയാണ്. ഇതിൽ ആരുടെയെങ്കിലും മുഖം നിനക്ക് പരിചയമുണ്ടോ നോക്ക്. അവൾ ഒരു സംശയത്തോടെ അത് വാങ്ങി മറിച്ചു നോക്കി. ഒരു ഞെട്ടലോടെ അവൾ മന്ത്രിച്ചു, അമ്മ. അതെ, നിന്റെ അമ്മ. എൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് അവർ, എൻ്റെ അപ്പച്ചി, വൈശാഖ് പറഞ്ഞു. അവൾ ഒരു ഞെട്ടലോടെ ആൽബം തിരികെ കൊടുത്ത് അവിടുന്ന് പോകാനൊരുങ്ങി. നിക്ക്, എന്തുകൊണ്ടാണ് നീ ഇവിടുന്ന് പേടിച്ചോടുന്നതെന്ന് എനിക്കറിയാം, വൈശാഖ് പറഞ്ഞു. അത് കേട്ട് അവൾ അവിടെ നിന്നു. എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി. നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ടാകും കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഒളിച്ചോടിയവളെ ആ കുടുംബം വെറുത്തിട്ടുണ്ടാകുമെന്ന്. അവർ ശത്രുക്കളായി മാറിയിട്ടുണ്ടാകുമെന്ന്, അല്ലേ? എന്നാൽ അതല്ല സത്യം. കുടുംബത്തിലുള്ള ഒരാൾ എവിടെ പോയി എങ്ങനെ ജീവിക്കുന്നു എന്നറിയാതെ അവരെല്ലാം ആകെ വിഷമത്തിലായിരുന്നു. മുത്തശ്ശിനുമെല്ലാം ആ സംഭവത്തിന് ശേഷം ആകെ തകർന്നുപോയി. എനിക്കന്ന് 8 വയസ്സാണ് പ്രായം. എങ്കിലും അന്നത്തെ വീട്ടിലെ അവസ്ഥ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മുത്തശ്ശിനും എപ്പോഴും പറയുമായിരുന്നു, എവിടെയാണെന്ന് അന്വേഷിക്കണം, കണ്ടെത്തി തിരികെ കൂട്ടിക്കൊണ്ടുവരണം എന്നെല്ലാം. മുത്തശ്ശനും ആ ആഗ്രഹം സാധിക്കാതെ മരിച്ചുപോയി. ഇനിയുണ്ട് അവിടെ നിന്റെ അമ്മയെ കാത്തിരിക്കുന്നവർ. നിനക്കവിടെ ഒരുപാട് ബന്ധുക്കളുണ്ട്. അവരെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, വൈശാഖ് പറഞ്ഞു. അവൾക്ക് അവൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഒന്നും മിണ്ടാതെ വണ്ടിയെടുത്ത് അവിടുന്ന് പോയി. അവൻ അവളെ കുറേ വിളിച്ചു. അവൾ നിന്നില്ല. ഫോണിൽ വിളിച്ചു നോക്കി. അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ വീട്ടിലെത്തി സ്കൂട്ടി നിർത്തി വീട്ടിലേക്ക് കയറി പോകുമ്പോഴും വൈശാഖ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. അപ്പോഴും അവളുടെ ഫോൺ ബാഗിൽ കിടന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. നീ എന്താ ഇന്ന് വൈകിയത്? താര അഭിനയെ കണ്ടു ചോദിച്ചു. അവൾ ആ ചോദ്യം കേട്ട് ഒന്ന് ഞെട്ടി താരയെ നോക്കി. നീ എവിടെ പോയതായിരുന്നു? എന്തിനാ ഞാൻ ചോദിച്ചപ്പോഴേക്കും നീ ഞെട്ടിയത്? താര ചോദിച്ചു. ഏയ്, ഒന്നുമില്ല അമ്മേ. എനിക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ പോയതാ, അഭിന പറഞ്ഞു. നിന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ലോ, ആരാന്ന് നോക്ക്, താര പറഞ്ഞു. അത് ഫ്രണ്ട്സാവും എന്ന് പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് പോയി. റൂമിലെത്തി വാതിലടച്ച് ബെഡിലിരുന്ന് അവൾ ആലോചിച്ചു. എന്താ ഞാൻ ചെയ്യേണ്ടത്? അമ്മയോട് പറഞ്ഞാലോ? സാറ് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമോ? അപ്പോഴും ഫോൺ ബാഗിൽ കിടന്ന് റിങ് ചെയ്തു. അവൾ ഒന്ന് ഞെട്ടി അതിലേക്ക് നോക്കി. എന്നിട്ട് ബാഗിൻ്റെ സിബ് തുറന്ന് ഫോൺ എടുത്തു നോക്കി. വൈശാഖ് സാർ, അവൾ മന്ത്രിച്ചു. അവൾ കോൾ എടുത്തില്ല. വീണ്ടും റിങ് ചെയ്തപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി ബെഡിലേക്കിട്ടു. അമ്മയോട് പറഞ്ഞാൽ അമ്മ പേടിക്കും, വേണ്ട. അച്ഛനോട് പറഞ്ഞാലോ? വേണ്ട, അച്ഛനും ടെൻഷനാവും. ആരും അറിയണ്ട, സാറിനോടും പറയണം, ആരോടും പറയരുതെന്ന് എന്ന് ചിന്തിച്ച് ധൃതിയിൽ അവൾ ഫോൺ എടുത്ത് വൈശാഖിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. 2 പ്രാവശ്യം കോൾ ചെയ്തെടുക്കാതെ മൂന്നാമതും കോൾ ചെയ്തപ്പോഴാണ് വൈശാഖ് കോൾ അറ്റൻഡ് ചെയ്തത്. അവൻ കോൾ അറ്റൻഡ് ചെയ്തതും അവൾ പറഞ്ഞു, സാർ, ഞങ്ങളിവിടെ ഉണ്ടെന്ന് സാറിൻ്റെ വീട്ടുകാരോട് പറയരുത്. എൻ്റെ വീട്ടുകാരോ? അത് നമ്മുടെ വീട്ടുകാരാ, വൈശാഖ് പറഞ്ഞു. അല്ല, എൻ്റെ അമ്മ പറഞ്ഞത് സാറിൻ്റെ അച്ഛന് അമ്മയോടും അച്ഛനോടും നല്ല ദേഷ്യം ഉണ്ടാവുമെന്നാ. ദയവ് ചെയ്ത് ഞങ്ങളിവിടെ ഉണ്ടെന്ന് സാറിൻ്റെ അച്ഛനോട് പറയരുത്, അവൾ പറഞ്ഞു. അഭിന, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല സത്യങ്ങൾ. നിങ്ങളോടവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. നിങ്ങൾ എവിടെയാണെന്ന് അറിയാത്തതിൻ്റെ ആദ്യ എല്ലാവർക്കും. ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമാവുന്നില്ലെങ്കിൽ ശരി. നീ ചിന്തിക്കുന്നത് പോലെ അവർക്കൊന്നും നിങ്ങളോട് ദേഷ്യമില്ലെന്ന് നിനക്ക് എന്ന് മനസ്സിലാവുന്നോ അന്ന് വരെ ഞാൻ ആരോടും ഒന്നും പറയില്ല. അതുവരെ നീയും ഇതൊന്നും ആരോടും പറയണ്ട, വൈശാഖ് പറഞ്ഞു. ഇല്ല, ഞാനും ആരോടും പറയില്ല. ശരി സാർ എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയതും അവൻ പറഞ്ഞു, സാറല്ല, വൈശാഖേട്ടൻ. നീ എൻ്റെ മുറപ്പെണ്ണാടി. അത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ നാണം തോന്നി. ഇനി നീ എന്നെ അങ്ങനെ വിളിക്കാവൂ, വൈശാഖ് പറഞ്ഞു. ക്ലാസ്സിൽ നിന്നൊന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ക്ലാസ്സിലെ കുട്ടികൾ കേട്ടാൽ അവരോരോന്നും ചോദിക്കും, അഭിന പറഞ്ഞു. ക്ലാസ്സിൽ നിന്ന് വേണ്ട, അല്ലാത്തപ്പോൾ വിളിച്ചൂടെ, വൈശാഖ് ചോദിച്ചു. ശരി എന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. അവൾ ഫ്രഷ് ആയതിനു ശേഷം റൂമിൽ നിന്നിറങ്ങി കിച്ചണിലേക്ക് പോയി ചായ കുടിച്ചു. എന്നിട്ട് അനിയൻകുട്ടൻ്റെ റൂമിലേക്ക് പോയി. അവൻ അവിടെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുകയായിരുന്നു. അവളെ കണ്ടതും അനിയൻകുട്ടൻ ചേച്ചിയമ്മ എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. ചേച്ചിയമ്മ എത്തി,
എന്ന് പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു ഉമ്മ കൊടുത്തു. ചേച്ചിയമ്മ അനിയൻകുട്ടൻ്റെ കൂടെ കളിക്കാൻ കൂടാ കേട്ടോ, വായോ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവിടെ ഇരുന്നു. അവനും അവളുടെ അടുത്തായി ഇരുന്നു. ചേച്ചിയമ്മ ഒരു കാര്യം അനിയൻകുട്ടനോട് പറയട്ടെ, അച്ഛനോടും അമ്മയോടും പറയരുത് എന്ന് പറഞ്ഞ് അവൻ്റെ മുഖത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ പറഞ്ഞു. വൈശാഖ് സാറുണ്ടല്ലോ, ശരിക്കും എൻ്റെ മുറച്ചെറുക്കനാ. മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അനിയൻകുട്ടൻ അറിയോ? അമ്മാവൻ്റെ മകൻ. അമ്മാവന് നമ്മളോട് ദേഷ്യമൊന്നുമില്ലെന്നാ വൈശാഖ് സാർ പറയുന്നത്. പക്ഷേ അമ്മ പറയുന്നത് നമ്മളോട് ദേഷ്യം ഉണ്ടാകുമെന്നാ. ഏതായിരിക്കും സത്യം എന്നറിയില്ലല്ലോ. കണ്ടെത്തുന്നത് വരെ ഇതൊന്നും അച്ഛനും അമ്മയും അറിയണ്ട. അനിയൻകുട്ടന് ചേച്ചിയമ്മ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അഭിന് ചോദിച്ചു. എന്ന് മൂളി അവൻ തലയാട്ടി. അതിനുശേഷം കളിക്കാൻ തുടങ്ങി. വീണ്ടും അവരുടെ പ്രണയം പഴയതിനേക്കാൾ കൂടുതൽ ശക്തമായി പോയിക്കൊണ്ടിരുന്നു. വൈശാഖിനെക്കുറിച്ചുള്ള സത്യങ്ങൾ വീട്ടിൽ ആരോടും അവൾ പറഞ്ഞില്ല. പുറത്തെവിടെയും വെച്ച് അവർ കാണുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. എല്ലാം ഫോണിലൂടെ മാത്രം. ഒരു വെള്ളിയാഴ്ച രാത്രി ഫോൺ ചെയ്തപ്പോൾ വൈശാഖ് അഭിനയോട് പറഞ്ഞു, നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ഞാൻ നിന്റെ കാര്യം അവരോട് പറഞ്ഞു. അയ്യോ, ആരോടും പറയണ്ടെന്ന് പറഞ്ഞതല്ലേ? അവൾ പേടിയോടെ ചോദിച്ചു. നീ താരാപ്പച്ചിയുടെ മകളാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ആഗ്രഹങ്ങളെ എതിർക്കൊന്നുമില്ല. നിന്നെ അവർക്കിഷ്ടാവും. ഒരു ദിവസം നിന്നെ അവർക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ ക്ലാസ് ഇല്ലല്ലോ, സാറ്റർഡേ അല്ലേ. നീ മറ്റെന്തെങ്കിലും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങ്, വൈശാഖ് പറഞ്ഞു. അയ്യോ, അമ്മയോട് കള്ളം പറഞ്ഞിറങ്ങാനോ? എനിക്ക് പേടിയാ, അഭിന പറഞ്ഞു. കൂടുതൽ സമയമൊന്നും വേണ്ട. ഇവിടെ വരുന്നു, അച്ഛനെയും അമ്മയും കാണുന്നു, എന്തെങ്കിലും സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് പോകുന്നു. ഏറിയാൽ 1 മണിക്കൂർ. അതിനുള്ളിൽ നിനക്ക് വീട്ടിൽ തിരിച്ചെത്താം, വൈശാഖ് പറഞ്ഞു. നോക്കട്ടെ, ഉറപ്പൊന്നുമില്ല. അമ്മ എവിടെയും പോണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല, അഭിന പറഞ്ഞു. ശരി, ഇറങ്ങാൻ പറ്റിയാ വിളിക്ക്, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് വൈശാഖ് കോൾ കട്ട് ചെയ്തു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിന അച്ഛനും അമ്മയും കേൾക്കാനായി പറഞ്ഞു. ഇന്ന് എൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. അവൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ തനിച്ചോ? താര ചോദിച്ചു. അല്ല, ക്ലാസ്സിലെ വേറെയും കുറച്ച് കുട്ടികളുണ്ട്, അഭിന പറഞ്ഞു. എപ്പോഴാ തിരിച്ചെത്തുക? വിജയരാഘവൻ ചോദിച്ചു. ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തും, അഭിന പറഞ്ഞു. കൂട്ടുകാരുമായി അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങാനൊന്നും പോകണ്ട, വേഗം തിരിച്ചു വരണം, വിജയരാഘവൻ പറഞ്ഞു. ശരി അച്ഛാ എന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തോടെ കഴിക്കൽ മതിയാക്കി എഴുന്നേറ്റു. നീ ഇപ്പം തന്നെ പോവുകയാണോ? താര ചോദിച്ചു. ഇല്ലമ്മേ, 11 മണി കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ, അഭിന പറഞ്ഞു. എന്നിട്ട് അവൾ അവളുടെ റൂമിലേക്ക് പോയി. റൂമിൽ ചെന്ന് ഫോൺ എടുത്ത് അവൾ വൈശാഖിനെ വിളിച്ചു. അവൻ അപ്പോൾ എഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വൈശാഖ് കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞു. അമ്മയും അച്ഛനും സമ്മതിച്ചു, ഞാൻ ഇന്ന് വരാം. അത് കേട്ട അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. എപ്പോൾ? അവൻ ചോദിച്ചു. 11 മണി കഴിഞ്ഞിട്ട്, അവൾ പറഞ്ഞു. ശരി, ഇറങ്ങുമ്പോൾ വിളിക്ക്, ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എന്ന് പറഞ്ഞവൻ കോൾ കട്ട് ചെയ്തു. അവൻ്റെ മുഖത്തപ്പോൾ ഒരു ഭ്രാന്തമായ ആനന്ദമായിരുന്നു. അവൻ എഴുന്നേറ്റ് ലിവിംഗ് റൂമിലേക്ക് ചെന്ന് ചുമരിൽ തൂക്കിയിട്ടുള്ള അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. അവൾ വരുന്നുണ്ട്, അഭിന, അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് കാരണമായവളുടെ മകൾ എന്ന് പറഞ്ഞ് ഒരു വന്യമായ ചിരി ചിരിച്ചു. എന്നിട്ട് ദേഷ്യത്തോടെ പല്ലുകൾ കൂട്ടിത്തിരുമ്മി.